യേശു ക്രിസ്തുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, അഭിഷേക മന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവത്തിന്റെ വചനം 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 9-ാമത്തെ വചനം. അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് എലീശയോട്, ഞാൻ നിന്നിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണമെന്ന് പറയുക എന്ന് പറഞ്ഞു. അതിന് എലീശ, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എന്റെ മേൽ പെരുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഏലിയാവിന്റെ കൂടെ നടന്ന എലീശ പ്രവാചകനായി കർത്താവിന്റെ ആ സ്നേഹം അനുഭവിച്ച് ഏലിയാവിന്റെ കൂടെ നടക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവപ്രവൃത്തികളെല്ലാം ഏലിയാവിലൂടെ നടക്കുന്നത് കണ്ട് അനുഭവിച്ച് കടന്നു പോകുമ്പോൾ ഏലിയാവ് എലീശയോട് ചോദിക്കുകയാണ്, നീ എന്റെ ചാരെ നിന്നുകൊണ്ട്, എന്റെ കൂടെ നിന്നുകൊണ്ട്, എന്നെ മുട്ടി ഉരുമിക്കൊണ്ട് ഞാൻ പോകുന്നിടത്തെല്ലാം നീ കടന്നു വന്നു. നീ വിളി കിട്ടിയപ്പോൾ മുതൽ ഇറങ്ങി വന്നതാ. നീ ഇറങ്ങി വന്നപ്പോൾ നീ എന്റെ കൂടെ നിനക്ക് ഇങ്ങനെ നടക്കുമ്പോൾ നിനക്ക് എന്താണ് ആഗ്രഹം? എന്നാലും എലീശ പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, എനിക്ക് ഏലിയാവിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് കിട്ടണം. ഏലിയാവിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് മഴമേഘങ്ങളെ അടച്ചു കളഞ്ഞപ്പോൾ, മഴ പെയ്യണ്ട എന്ന് പറഞ്ഞപ്പോൾ മഴ പെയ്തില്ല. പെയ്യുവാൻ പറഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്യിപ്പിച്ചു. അഗ്നി ഇറക്കി പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിന്റെ അതേ അഭിഷേകം, ബലിവസ്തു ദഹിപ്പിച്ചു കളയുന്ന അഗ്നി ഇറക്കുന്ന ഒരു അഭിഷേക പ്രാർത്ഥന നടത്തിയത്, ബാലിന്റെ പ്രവാചകന്മാരെ എല്ലാം കൊന്നുകളഞ്ഞ വിധത്തിൽ ഇതുപോലെ അഭിഷേകത്തിൽ നിന്ന ആ ഏലിയാവിനോട് കൂടെ നിന്ന എലീശയ്ക്ക് ഇരട്ടി പങ്കിന് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ആത്മാവിന്റെ ഒരു ഇരട്ടി പങ്ക് വേണ്ടേ? വിളി കിട്ടിയാൽ ആ വിളിക്കനുസരിച്ച് ഇറങ്ങി വരണം. എലീശ വിളിക്കനുസരിച്ച് ഇറങ്ങി വന്നപ്പോ അവൻ വയലിൽ ഉഴുതുകൊണ്ടിരുന്നവനായിരുന്നു. വയലിൽ ഉഴുതുകൊണ്ടിരുന്ന അവന് തന്റെ കലപ്പ തല്ലിപ്പൊട്ടിച്ചു, കാളകളെയെല്ലാം കൊന്നു, അതിനെ വേവിച്ച് എല്ലാവരെയും വിളിച്ച് ഭക്ഷണമൊക്കെ കൊടുത്തു. ഇനി ഈ പഴയ ജീവിതത്തിലേക്കോ ജോലിയിലേക്കോ പോകുകയല്ല. ഞാൻ എൻ്റെ വിളി കേട്ട അല്ലെങ്കിൽ വിളി കിട്ടിയ വിളിക്ക് ഉത്തരം കൊടുക്കാൻ തക്കവണ്ണം യേശു കർത്താവിന്റെ ദൈവത്തിന്റെ കൂടെ ജീവിക്കാം എന്നുള്ള ഉറപ്പോടുകൂടെ ഇറങ്ങി തിരിച്ചു. വിളി കിട്ടിയോ? ആ വിളിക്ക് ഉത്തരം കൊടുത്തോണം. പഴയതിലേക്ക് പോയേക്കല്ല്, പഴയ ചിന്തയിലേക്ക് പോയേക്കല്ല്, പഴയ ജീവിതത്തിലേക്ക് പോയേക്കല്ല്. ആത്മാവിന്റെ ഇരട്ടി പങ്കിന് വേണ്ടി രാപ്പകലില്ലാതെ ഒന്ന് പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിച്ചാൽ അഭിഷേകത്തിന്റെ ഇരട്ടി കിട്ടും. ഏലിയാവ് ചെയ്തതിന്റെ ഇരട്ടി അഭിഷേകത്തോടുകൂടെ എലീശ ശുശ്രൂഷ ചെയ്തെങ്കിൽ ഇന്നും ഇരട്ടി അഭിഷേകത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മളെ മാനിക്കും, ദൈവം നമ്മളെ അഭിഷേകം ചെയ്യും. ഈ അഭിഷേകത്തിന്റെ ഇരട്ടി പങ്കിന് വേണ്ടി കർത്താവേ എന്നെ നയിക്കണമേ, നടത്തണമേ എന്ന് പ്രാർത്ഥിക്കണം. യേശു മഹത്വം എടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.